ഹായ് ഓൾ, വെൽക്കം ടു റീൽ ടോക്സ് വിത്ത് അഖില. പ്രിൻസ് ആൻഡ് ഫാമിലി മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച് നവാഗതനായ ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്തെത്തിയിരിക്കുന്ന സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. പവി കെയർടേക്കറിന് ശേഷം വരുന്ന ദിലീപ് ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. അടുത്തിടെ ഇറങ്ങിയ ദിലീപ് സിനിമകളൊന്നും അത്ര പ്രേക്ഷക ശ്രദ്ധ നേടാതെ പോയത് കൊണ്ട് തന്നെ ആയിരിക്കാം അധികം എക്സ്പെക്ടേഷൻസ് ഒന്നും ഇല്ലാണ്ട് തന്നെയാണ് ഞാൻ സിനിമ കാണാൻ പോയത്. ഒരു പക്ഷേ മോഹൻലാലിന് ശേഷം റിപ്പീറ്റ് വാല്യൂ ഉള്ള കുറെ അധികം സിനിമകൾ നമുക്ക് സമ്മാനിച്ച ജനപ്രിയ നായകൻ തന്നെയായിരുന്നു ദിലീപ്. മീശമാധവനായാലും അല്ലെങ്കിൽ തിളക്കം, പറക്കും തളിക, CID മൂസ, കല്യാണരാമൻ, ഇങ്ങനെയുള്ള സിനിമകളൊക്കെ നമുക്ക് ഇപ്പൊ കണ്ടാലും ഒരു ഫ്രഷ്നെസ് അല്ലെങ്കിൽ ആ ഒരു കോമഡി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമകൾ തന്നെയായിരുന്നു. ഈ സിനിമകളെ ഒന്നും വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എങ്കിൽ പോലും ഒരു ആവറേജ് ഫാമിലി എന്റർടൈനർ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരുപക്ഷെ രാമലീലയ്ക്ക് ശേഷം ദിലീപിന് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാർഡം അല്ലെങ്കിൽ ഒരു ഗ്രാഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ടോ എന്നുള്ളത് വാസ്തവം തന്നെയാണ്. സിനിമയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനു മുന്നേ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കുറെയൊക്കെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു തീമിലാണ് ഈ സിനിമ തുടങ്ങുന്നത്. ഒരു കുടുംബം, ആ കുടുംബത്തിലെ ചുമതലകൾ മുഴുവൻ നോക്കുന്ന മൂത്ത മകൻ, ദിലീപ് അവതരിപ്പിക്കുന്ന പ്രിൻസ് എന്ന കഥാപാത്രം, രണ്ട് അനിയന്മാര്, അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്ന, അവരുടെ ഭാര്യമാരുടെ ഡെലിവറിയും കാര്യങ്ങളും അല്ലെങ്കിൽ വീട്ടിലെ ബാധ്യതകൾ മുഴുവൻ നോക്കുന്ന ഒരു വല്യേട്ടൻ, ആ ഒരു റോളിലാണ് ദിലീപ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ട്. ദിലീപ് തന്നെ ചെയ്ത സിനിമകളായാലും അല്ലെങ്കിൽ മറ്റുള്ള നടന്മാർ ചെയ്തിട്ടായാലും നമ്മൾ അങ്ങനെയുള്ള സിനിമകൾ കണ്ടിട്ടുണ്ട്. ആ ഒരു തീമിലാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. സിദ്ദിഖ് അച്ഛനായും ബിന്ദു പണിക്കർ അമ്മയായും എത്തുന്ന സിനിമയിൽ ധ്യാൻ ശ്രീനിവാസനും ജോസ് കുട്ടി ജേക്കബും അനിയന്മാരായി എത്തുന്നു. ജോണി ആന്റണി, മഞ്ജു പിള്ള, അശ്വിൻ ജോസ് എന്നിവർ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു. ദിലീപിന്റെ പേരായിട്ട് വരുന്നത് റാണിയ റാണ എന്ന ഒരു പുതുമുഖ നടിയാണ്. ഇൻസ്റ്റയില് പേജ് നോക്കിയപ്പോൾ ആളൊരു ക്ലാസിക്കൽ ഡാൻസർ ആണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ക്യാരക്ടേഴ്സിനൊന്നും അങ്ങനെ ഭയങ്കരമായിട്ട് പെർഫോമൻസ് ചെയ്യാനുള്ള ഒരു സ്പേസോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഈ സിനിമയിൽ ഉള്ളതായിട്ട് തോന്നിയില്ല. ഇപ്പൊ സിദ്ദിഖിനെയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ധ്യാൻ ശ്രീനിവാസിനെയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അവർക്കൊന്നും അങ്ങനെ ഭയങ്കര വലിയ റോള് കാര്യങ്ങളൊന്നുമില്ല. സിദ്ദിഖിന്റെ റേഞ്ച് ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആൾക്ക് ചെയ്യാനുള്ള വലിയ സംഭവങ്ങളൊന്നും ഇതില് ഉള്ളതായിട്ട് തോന്നിയില്ല. ഇപ്പൊ ധ്യാന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം എവിടേക്കോ കുറച്ച് കാണുന്നുണ്ട്, പിന്നെ എവിടൊക്കെ മിസ്സായി പോകുന്ന പോലെയാണ്. സെക്കൻഡ് ഹാഫിലോട്ടൊക്കെ വരുമ്പം ധ്യാനെ ഒന്നും കാണുന്നേ ഇല്ല. ഒരു കണ്ടിന്യൂറ്റി ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നതേ ഇല്ലാത്ത പോലെയാണ് ധ്യാന്റെ പ്രസൻസ് ഒക്കെ ഈ സിനിമയിലുള്ളത്. ധ്യാന്റെ കാര്യം മാത്രമല്ല, ഇപ്പൊ സിനിമ മൊത്തത്തിൽ നോക്കുവാണെന്നുണ്ടെങ്കിലും പല സീൻസിലും എവിടേക്കൊക്കെയോ കണ്ടിന്യൂറ്റി അവിടെ ഇവിടെ എല്ലാം മിസ്സാകുന്ന പോലെയാണ് തോന്നുന്നത്. എല്ലാം നമ്മൾ ഈ സീൻ കഴിഞ്ഞ് ഇതെങ്ങനെ വന്നു എല്ലാം നമ്മൾ ഊഹിച്ചെടുക്കേണ്ട ഒരു ചില സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് തോന്നും സിനിമയിൽ. പിന്നെ പേഴ്സണലി അത്യാവശ്യം പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നിയത് അല്ലെങ്കിൽ നല്ലോണം ചെയ്തിട്ടുള്ളത് മഞ്ജുപിള്ള അവതരിപ്പിച്ച സാഫിയ എന്ന കഥാപാത്രം മാത്രമാണ്. അത്യാവശ്യം കുറച്ച് ചെയ്യാനുള്ള റോള് പുള്ളിക്കാരിക്ക് ഉണ്ടായിരുന്നു. അത് നല്ല ഭംഗിയായിട്ട് തന്നെ മഞ്ജുപിള്ള അത് ചെയ്തിട്ടുമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരു കുടുംബത്തിന്റെ ഭാരം മുഴുവൻ ചുമലിലേറ്റി നടക്കുന്ന പ്രിൻസ് എന്ന ക്യാരക്ടറിനെ ആളുടെ അനിയന്മാരുടെ കല്യാണം കഴിഞ്ഞിട്ടും സ്വന്തമായി പെണ്ണ് കെട്ടാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കഥയൊക്കെയാണ് ആദ്യം കാണിക്കുന്നത്. പെണ്ണ് കാണൽ ചടങ്ങുകളും അല്ലെന്നുണ്ടെങ്കിൽ അതിലെ കുറച്ച് കോമഡിയും ഒക്കെ ആയിട്ടാണ്. കോമഡി ഒക്കെ എനിക്ക് വർക്ക്ഔട്ട് ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണലി എനിക്ക് അത്ര വർക്ക്ഔട്ട് ആയിട്ടില്ല. തിയേറ്ററിലും ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ചിരികളൊന്നും കേട്ടുമില്ല. അങ്ങനെയുള്ള ഒരാളുടെ ലൈഫിലേക്ക് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരു പെൺകുട്ടി വൈഫായിട്ട് എത്തുന്നതും അതിന് പുറകെ ഉണ്ടാകുന്ന കുറെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടാകുന്ന കുറെ ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെയാണ് ഈ സിനിമയിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. ജനഗണമനയുടെ റൈറ്ററായ ഷാരിസ് അഹമ്മദാണ് ഈ സിനിമയുടെ റൈറ്റർ. എന്നാൽ ആളുടെ പ്രീവിയസ് വർക്കിന്റെ ഒക്കെ ഒരു ക്വാളിറ്റി ഈ വർക്കിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. കോമഡി ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സെന്റിമെന്റ്സ് ആണെന്നുണ്ടെങ്കിലും വർക്ക്ഔട്ട് ആക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഒന്നും എങ്ങും ഒരു ഇമോഷണലി പ്രേക്ഷകനെ കണക്ട് ചെയ്യിക്കുന്ന ഒരു സീൻസോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ ഒന്നും ഈ സിനിമയിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. തിയേറ്ററിലാണെന്നുണ്ടെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് സിനിമ കാണുന്ന ഒരു ഫീൽ അല്ലെന്നുണ്ടെങ്കിൽ എങ്ങും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ഈ സിനിമയിൽ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. ഒട്ടും പ്രാക്ടിക്കൽ അല്ലാത്ത, കാണുന്ന പ്രേക്ഷകരെ സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കാതെ പോയ ഒരു ക്ലൈമാക്സ് ആണ് പ്രിൻസ് ആൻഡ് ഫാമിലിയുടേത് എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഒരു പക്ഷേ കുറച്ചുകൂടെ സിനിമ നന്നാക്കാമായിരുന്നു, പലയിടത്തും കുറെ കൂടെ ഒക്കെ ബെറ്റർ ആക്കാമായിരുന്നു എന്ന് തോന്നി. അപ്പോൾ ഇതൊക്കെയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. ഒരു ബിലോ ആവറേജ് ടു ആവറേജ് ടിപ്പിക്കൽ ദിലീപ് പടം. വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരുപാട് റോൾസ് ചെയ്ത് ഒരു കാലിബർ ഉള്ള നടനാണെന്ന് പ്രൂവ് ചെയ്ത വ്യക്തിയാണ് ദിലീപ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ജനപ്രിയ നായകൻ എന്ന് വിളിച്ചിരുന്നത്. ഇങ്ങനെയുള്ള ദിലീപ് ഈ സ്ഥിരം ശൈലിയിലുള്ള നമ്മൾ കണ്ടുമടുത്ത കോമഡി ട്രാക്ക് മാറ്റി കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള കഥകൾ സെലക്ട് ചെയ്ത് നമുക്ക് മുന്നിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്
മറ്റൊരു സിനിമ വിശേഷമായി വീണ്ടും കാണുന്നവരെ സൈനിങ് ഓഫ്. താങ്ക് യു.